ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ഉത്തർപ്രദേശിനെ ഇത്രയധികം സ്വാധീനിക്കാൻ പ്രിയങ്ക ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസിന് മറുപടി പറയാൻ പറ്റുക? അത്രത്തോളം വലിയ റിസൾട്ടാണ് ഉത്തർപ്രദേശിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധി എന്തു ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് BJP അവിടെ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയായത് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടേണ്ടത്. അത് തന്നെയാണ് ഉത്തരമായി കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളതും. പ്രിയങ്കയിലൂടെ അത്തരം ചെയ്തികളൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണ് ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിലേക്ക് ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ, ഇന്ദിരാഗാന്ധിയുടെ അതേ പ്രവർത്തന മികവ്, അതേ വർത്തമാന ശൈലി, ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിന് പുതിയ ഇന്ദിര എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ മാറ്റങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി കാരണമാകുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് പ്രിയങ്ക തരംഗം എന്ന രീതിയിൽ രാജ്യത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. കിഴക്കൻ ഉത്തർപ്രദേശ് ഏറെ ചിന്തിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഏറെ മുൻതൂക്കം കൊടുക്കേണ്ട ഒരു മേഖലയാണ് കിഴക്കൻ ഉത്തർപ്രദേശ്. അതായത് BJP ഇപ്പോൾ അവിടെ എല്ലാം കൊണ്ടും സുരക്ഷിത പാളയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് വൻ ഭൂരിപക്ഷത്തോടെയാണ് പല BJPയുടെയും MP-മാർ അവിടെ വിജയിച്ചു കയറിയിട്ടുള്ളത് 2014. ആ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള കരുത്തരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന കണക്കുകൂട്ടലുകളുമാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിൽ നിയോഗിച്ചിട്ടുള്ളത്. പല മേഖലകളും എടുത്തു നോക്കിയാൽ BJPയുടെ കോട്ടകളാണ്. അതായത് ചില BJPയുടെ ജനപ്രിയരായിട്ടുള്ള MP-മാരുണ്ട്. അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ BJPയുടെ MP-മാർ ഉത്തർപ്രദേശിലുണ്ട്. പക്ഷേ കിഴക്കൻ മേഖലയിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ അധികവും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഏറ്റ MP-മാരാണ്, BJPയുടെ MP-മാരാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ വലിയ വിജയ സാധ്യത പ്രിയങ്ക ഗാന്ധിയിലൂടെ കോൺഗ്രസ് നേടുമെന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസിനുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാരണാസിയും ഗോരഖ്പൂരും ഉള്ളതും കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിലാണ്. എന്നിട്ട് പോലും പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വലിയ സ്വീകരണം ലഭിക്കുന്നു, പ്രിയങ്കയെ നെഞ്ചിലേറ്റുന്നു. സമാജ്വാദ് പാർട്ടിയുടെ പ്രവർത്തകർ പോലും കോൺഗ്രസിന്റെ റാലിയിലേക്ക് വരുന്നു. പലയിടങ്ങളിലും BSPയുടെ പ്രവർത്തകർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയും അവിടെ കാണാനിടയായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഒരു സുപ്രധാന നിമിഷത്തിലേക്കാണോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം പുറത്തുനിന്ന് ഒരുപാട് പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു. എന്നാൽ സജീവ പ്രവർത്തനത്തിലേക്ക് എത്തിയത് AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമേറ്റതിന് ശേഷമാണ്. അപ്പോൾ ഒരു പുതുമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ആ പുതുമുഖത്തിന് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിച്ചതിന്റെ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇന്ദിരാഗാന്ധി പ്രിയങ്കയിലൂടെ ഉണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് BJP എന്ന അവിടെ ഭരിച്ചുകൊണ്ടുള്ള BJP എത്രത്തോളം സ്വാധീനമാണ് അവിടെ ചെലുത്തിയതോ അതിനൊക്കെ റിസൾട്ട് മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു തരംഗം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാനുള്ള കാരണവും. ഇത് എടുത്തു പറഞ്ഞാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് പലയിടങ്ങളിലും വലിയ തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളില്ല, മറിച്ച് പാർട്ടി യോഗങ്ങളില്ല, ഔദ്യോഗിക പരിപാടികൾ പോലും മാറ്റിവെക്കുന്നു. എന്നിട്ടും ഉത്തർപ്രദേശ് പറയുന്നു കോൺഗ്രസിനോടൊപ്പമാണ് എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.